അടുത്തതായി നിങ്ങൾക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? അതായത് മാരേജ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുക്കാത്തവരോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാത്തവരോ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു. നിങ്ങൾക്ക് ഈ മാരേജ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ എന്തൊക്കെ കുഴപ്പമുണ്ടാവും? ഫസ്റ്റ് തന്നെ നിങ്ങളൊരു ഇൻഷുറൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് നിങ്ങളുടെ എന്തെങ്കിലും ക്ലെയിമിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്പൗസിന് കിട്ടേണ്ട ക്ലെയിം ആണെങ്കിൽ നിങ്ങൾക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് എന്തായാലും വേണം. അതുപോലെ തന്നെ നിങ്ങൾ ബാങ്കിൽ ഒരു ജോയിന്റ് അക്കൗണ്ട് തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും പ്രൊസീജിയറിനോ ഈ മാരേജ് സർട്ടിഫിക്കറ്റ് എന്തായാലും വേണം. ഇനി എന്തെങ്കിലും കാരണത്താൽ നിങ്ങളുടെ അതായത് കുട്ടികളായിട്ടുള്ള സ്കൂൾ അഡ്മിഷനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ലിക്കേഷൻ രജിസ്ട്രേഷനോ അതുപോലെ തന്നെ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഇതിനെല്ലാം മാരേജ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഒപ്പം തന്നെ ഇനി എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾ ഡൈവോഴ്സ് ആയി പോവുകയാണെങ്കിൽ ആദ്യം തന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡൈവോഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒരു മാൻഡേറ്ററി ആൻഡ് കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 45 ദിവസത്തിനുള്ളിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആകെ അപ്ലിക്കേഷൻ ഫീയും രജിസ്ട്രേഷൻ ഫീ ആയിട്ട് 120 rupees മാത്രമേ വരുന്നുള്ളൂ. ഇനി അതിനുശേഷം 1 വർഷത്തിനുള്ളിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ